നോക്കാൻ പോണത് പ്രധാനമന്ത്രിയുടെയും മുകേഷ് അംബാനിൻ്റെയും സേഫ്റ്റികൾ എന്തൊക്കെയാണ്. ഓക്കെ, ഒന്നാമതായി മുകേഷ് അംബാനിൻ്റെ വണ്ടി നോക്കാം. ഓക്കെ, പിന്നെ നരേന്ദ്രമോദിയുടെ വണ്ടി. അപ്പോൾ അത് റെഡിയാകാമെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, ഫസ്റ്റ് ആയിട്ട് നോക്കാൻ പോണത് ആരെ വണ്ടിയാണ് നോക്കണ്ടേ? പെട്ടെന്ന് കമൻറ്റ് ചെയ്യേ, ആരെ വണ്ടി നോക്കുക. ഫസ്റ്റ് ആയിട്ട് നമുക്ക് ഇത് 81 ലോഞ്ചർ. ഫസ്റ്റ് ആയിട്ട് ടാങ്കർ. ഫസ്റ്റ് ആയിട്ട് മുകേഷ് അംബാനിൻ്റെ വണ്ടിൻ്റെ വണ്ടി നമുക്ക് മിസൈൽ ഇടാൻ പോവുകയാണ്. എന്താ പറ്റിയാന്ന് നോക്കാം. സാധനം പൊളിയാട്ടോ. മുകേഷ് അംബാനിൻ്റെ ചില്ലുമൊക്കെ ആദ്യം ഒരു വെടിയിട്ട് വെക്കാം. പൊട്ടൂല ഗൈസ്, ഇതാണ് പ്രത്യേകത. കണ്ണുള്ളിൽ ഡബിൾ ഗ്ലാസ്സാണ്, ഡോർ ഡബിൾ കട്ടിയാണ്. ഉള്ളിനുള്ളിൽ വേറെ ഡോറുകളുണ്ട്, അതതിൻ്റെ പ്രത്യേകത. ഓക്കെ, ഫസ്റ്റായിട്ട് നമുക്ക് മിസൈൽ ഇട്ട് നോക്കാം. മിസൈൽ ഇട്ടപ്പോൾ ഇതാണ് അവസ്ഥ. ഉള്ളിക്ക് വല്ല പരിക്കൊന്നുമില്ല, ഗ്ലാസ് പൊട്ടി. പിന്നെ ഇതേ കാണുന്ന പോലെ അത്രേ ഉള്ളൂ. കാരണം ഉള്ളിൽ അത്രയും കട്ടിയിലുള്ള വേറെ ഒരു 3-4 കാറും കൂടി അത്രയും ഇതാണ്. ഇതിൻ്റെ അടുത്ത് വെച്ചിട്ട് 2 കാറ് കൂടിയ ബലമാണ് ഈ വണ്ടിക്ക്. അടുത്തതായി ഇതാണ് മുകേഷ് അംബാനിൻ്റെ വണ്ടി. നമുക്ക് കുഴപ്പമില്ല അവസ്ഥ. എനിക്ക് ഡയറക്ഷൻ മാറി. വാട്ട്? കൊണ്ടു. ഇതാണ് മുകേഷ് അംബാനിൻ്റെ വണ്ടീൻ്റെ അവസ്ഥ. പക്കാ സേഫ്. ബെസ്റ്റ്. അടുത്തതായി മോദിജിൻ്റെ വണ്ടി നമുക്ക് നോക്കാം. മിസ്റ്റർ നരേന്ദ്രമോദിൻ്റെ ഫസ്റ്റ് ആഴ്ച ഒരു വെടി വെച്ച് നോക്കാം. ചില്ല് പൊട്ടിയിട്ട് വേറെ ഒന്നും കാര്യമായിട്ട് കുഴപ്പമില്ല. നമുക്ക് ഇരിക്കില്ല കേട്ടോ, അതാണ് പ്രത്യേകത. ഒരു മിസൈൽ ഇട്ട് നോക്കാം എന്താ സംഭവിക്കാന്ന്. അങ്ങനെ മിസൈൽ ഇട്ടപ്പോൾ ഡയറക്ഷൻ മാറിയിട്ടുണ്ട്. അതാണ് മോദിൻ്റെ വണ്ടിക്ക് മിസൈലൊന്നും ഇടാൻ പറ്റൂല, ഡയറക്ഷൻ മാറും. ഇതാണ് സേഫ്റ്റി, പക്കാ സേഫ്റ്റി ഇട്ടാ. വിചാരിക്കണ പോലൊന്നുമല്ല. മേലത്തെ ഒരു സാധനം ഉണ്ട്, എന്താ വെച്ചാൽ എന്തെങ്കിലും വരുമ്പോൾ ഡയറക്ഷൻ മാറാനാണ്. കണ്ടോ, ഇതിപ്പോൾ വണ്ടീൻ്റെ മുന്നിലേക്ക് മിസൈൽ പോയില്ല, അപ്പോൾ ഡയറക്ഷൻ മാറി. അതൊരു സേഫ്റ്റിയാണ്. ഇപ്പോൾ ഈ 2 പേരിൽ ഏത് സേഫ്റ്റിയാണ്? അത്യാവശ്യം സേഫ്റ്റി ഉണ്ടോ? വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും വരാം.